ഹോട്ട്സ്റ്റാറിൽ നമ്മുടെ പൃഥ്വിരാജിന്റെയും കജോളിന്റെ സിനിമയായ സർസമീൻ ഇപ്പൊ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ നമ്മുടെയൊക്കെ ഫേവററ്റ് ആയി ഇബ്രാഹിം അലി ഖാനും ഉണ്ട്. ഇബ്രാഹിം അലി ഖാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഥാനി എന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രം മതി. ഈ ഒരു സിനിമയെ എന്നെ ഒന്ന് കാണാൻ പേടിപ്പിച്ചത് ഈ ഒറ്റ പേര് മാത്രമാണ്. ആ ഒരു പേടിയും ഭയവും എല്ലാം ശരിയായിരിക്കുകയാണ്. ഇബ്രാഹിം അലി ഖാൻ നല്ല കാട്ട ബോർ പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്റെ ഒരു പെർസ്പെക്ടീവില് ടൈഗർ സ്റ്റോറിന് ശേഷം അടുത്തൊരു അപരാധം പിടിച്ച ഒരു നെപ്പോ പ്രൊഡക്റ്റ് തന്നെയാണ് ഇബ്രാഹിം അലി ഖാൻ എന്ന് തന്നെയാണ്. പൃഥ്വിരാജും ഉണ്ട്. പൃഥ്വിരാജ് ഒരു സോൾജറുടെ വേഷമാണ്. വിജയ് മേനൻ ആ ഒരു വേഷം ഭയങ്കര മസിൽ പിടിച്ചൊരു ആർട്ടിഫിഷ്യൽ പെർഫോമൻസ് കാഴ്ചവെച്ചവരാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഡയലോഗ് ഡെലിവറി ആണെങ്കിലും മൊത്തത്തിലൊരു ആർട്ടിഫിഷ്യാലിറ്റിയാണ് തോന്നിയത്. ആകെ കാജൽ മാത്രമാണ് നന്നായിട്ട് ചെയ്തു എന്ന് തോന്നിയത്. ക്ലൈമാക്സിൽ ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ ട്വിസ്റ്റും അടിപൊളി ആയൊരു സൂപ്പർ സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വട്ട പൂജയുണ്ട്. കൂടുതലൊന്നും പറയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമയുടെ ഒരു സ്റ്റോറി ആ ഒരു പ്രമിസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇതിൽ റൈറ്റേഴ്സ് ഒരു രീതിയിൽ പണിയെടുത്തിട്ടുള്ളത് കണ്ടാൽ തന്നെ അറിയാം. 4 റൈറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ആ 4 റൈറ്റേഴ്സ് എനിക്ക് തോന്നണത് അവര് കുറെ പേട്രിയോട്ടിക് സിനിമ കണ്ട് അതിൽ നിന്ന് കുറെ ഐഡിയയും കോപ്പി അടിച്ച് ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ്. അത്രയും ലേസി ആയ ഒരു റൈറ്റിംഗ്. ഒറിജിനൽ ആയിട്ട് ഒന്നും തന്നെ സിനിമയിലില്ല. മ്യൂസിക് ഉണ്ട്. പക്ഷെ മ്യൂസിക് ഭയങ്കര റോങ്ലി എല്ലായിടത്തും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് സിനിമയെ വലിക്കുന്നതുകൊണ്ടായി ഭയങ്കര മെലോ ഡ്രാമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായി. എനിക്ക് സിനിമ അവിടെ ഇവിടെയൊക്കെ കണക്ട് ചെയ്യണം അല്ലെങ്കിൽ കണക്ട് ആവണത്തിന് ആഗ്രഹം ഉണ്ടായി. പക്ഷെ ഡയറക്ടറിന് നമ്മളോട് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായില്ല. ആ സിനിമയോട് ഒരു അങ്ങനത്തെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു തോന്നുന്നു. ആ സിനിമയിൽ ഒരു രീതിയിലും ഒരു സോളും ഡെപ്തും ഇല്ലാതാണ് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിപൊളിയാക്കേണ്ട കുറെ സീൻസും ഫേസ് ഓഫ് സീക്വൻസസ് ഒക്കെ അത് ചുമ്മാ ഭയങ്കര ചത്ത രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഹോട്ട്സ്റ്റാർ ശരിക്കും അടിപൊളി കണ്ടന്റ് ആണ് ഈ അടുത്തായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അവർക്കും ഒരു അബദ്ധം പറ്റിയതായിരിക്കും. ആൾക്കാർക്ക് അബദ്ധം പറ്റുമല്ലോ. അതേപോലെ ഒരു അബദ്ധമായിരിക്കും ഈ ഒരു സിനിമയും. ഏതായാലും സർസമി എന്ന സിനിമ എനിക്ക് ഒട്ടും ഒട്ടും മറക്കാവില്ല. വാച്ച് ദിസ് മൂവി അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് എനിക്ക് പറയാനുള്ളൂ.